நீழல் தரும் இவள் பார்வை வழியெங்கும் இனி தேவை. உயிரே உயிரே உயிர் நீதான் என்றால் உடனே வருவாய் உடல் சாகும் முன்னால். அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம். இது நீ மட்டும் வேண்டும் பெண்ணே. ആ മോളെ നീ വന്നോ? ഞാൻ അവനോട് പറഞ്ഞാണല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിന്ന്. എന്താ മോളുടെ മുഖമൊക്കെ വല്ലായിരിക്കണേ? ഓ, പെട്ടെന്ന് നീ വരേണ്ടി വന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നേ. എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന്. ഞാനിത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു കൊച്ചിനെ ജോലിക്ക് വിടുന്നത്? അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാഞ്ഞ്. നമ്മുടെ ഓഫീസിലാണെങ്കിൽ ജിത്തുവിന് കുറച്ച് ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞത്. അപ്പം അവന്റെ പോസ്റ്റിങ്ങിലോട്ട് മോള് കുറച്ച് ദിവസം ഒന്ന് നിൽക്കുക തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറാം. എന്ത് പറയുന്നു? നമ്മുടെ കമ്പനിയിലോ? സാരമില്ലമ്മേ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ബോറടിച്ചപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ വർക്കൊന്നും എനിക്ക് വേണ്ട. അല്ലടാ, അല്ലെങ്കിലും നിന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കാനിരിക്കുമായിരുന്നു. ഒരു 2 ആഴ്ചത്തെ കാര്യമുള്ളല്ലോ. ജസ്റ്റ് ഒന്ന് പോയിട്ട് വാ മോളെ. കാരണം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് പേടിയുണ്ട് കുറച്ച്. മോനോടൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ. ശരി അമ്മ, ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാണേ. നേരത്തെ രാത്രി മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ നീ ഇങ്ങനെ തന്നെ കണ്ടോണ്ടിരിക്കണമല്ലോ. 2 മത്തങ്ങ കൊണ്ടും എന്റെ മണ്ടയ്ക്കോട്ടാണല്ലോ. എന്താ വേണ്ട? ഈ അടുത്തെന്തെങ്കിലും മൊഴിയാനുണ്ടോ? അയ്യോ, താങ്കളോട് മൊഴിയാൻ ഞാൻ ആരാണാവോ? എനിക്കൊന്നും മൊഴിയാനില്ല. താങ്കളൊന്ന് ദയവ് ചെയ്ത് കുറച്ച് സമാധാനം തരാമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. നിനക്ക് സമാധാനം? എന്തിനാ വാവനെ ഇല്ലാത്ത കാര്യമൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത്? സമാധാനം ഞാൻ തരത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? മര്യാദയ്ക്ക് വായു അടച്ച് മിണ്ടായിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. തന്റെ ഇളക്കമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തനിക്കൊരു വിചാരമുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നും പോകത്തില്ല, തന്റെ അടിമയായിട്ട് ഇവിടെ ജീവിക്കാമെന്ന്. ഒരിക്കലും അത് നടക്കത്തില്ല. 1 വർഷം, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും. തന്റെ മോന്തേ കാണാട്ടിട്ടല്ലോ. ഇല്ലടി, 1 വർഷം കഴിഞ്ഞ് നിന്നെ ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാം. മോളെ, നിന്നെക്കാട്ടി ആഗ്രഹമുണ്ട് എനിക്ക് നിന്നെ കളയണമെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ഗതി ഇതായിപ്പോയി, സാഹചര്യം ഇതായിപ്പോയി. അത് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും മിണ്ടാതെയും പറയാതെയും ഈ 1 വർഷം ഒന്ന് തള്ളി നിൽക്കാറുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, എന്നെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള കെട്ടാനല്ലേ. എന്നെ എനിക്കറിയാം. നിങ്ങൾ ഞാൻ പൊട്ടിയാണെന്ന് കരുതണ്ട. നീ എന്താ അത്ര സില്ലി ഭാര്യമാരെ പോലെ സംസാരിക്കുന്നത്? നിനക്ക് എന്നെ പ്രശ്നമൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞു തന്നെ. എനിക്കറിയില്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. നീ ഇങ്ങനത്തെ വർത്താനമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇതിനെപ്പറ്റി സംസാരിക്കുകയും വേണ്ട. സമയമാകുമ്പോൾ നമുക്ക് 2 പേർക്ക് എന്താന്ന് വെച്ച് തീരുമാനിച്ച് ആ ഡിസിഷൻ എടുക്കാം. ഇപ്പൊ ഒന്ന് വെറുതെ വിടും. ഇവിടെ എന്താണോ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞിനും അവൾക്കും എന്തായിരിക്കും സംഭവിച്ചത്? എന്തിനായിരിക്കും 2ാമത് കല്യാണം കഴിച്ചത്? ഒരു ഡയറി പോലും ഒഴിച്ചില്ല ഭ്രാന്ത്. ഞാൻ ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കും? ചിത്തുവിനോടൊന്ന് ചോദിച്ചാലോ? പക്ഷെ ഞാൻ ഇപ്പൊ ചെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയത്തില്ല. കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് ചോദിച്ചാലോ? എന്തായാലും ഈ ജോലിക്ക് പോകുന്നത് നല്ലതാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റി അറിയാതിരിക്കത്തില്ല. ആരോടെങ്കിലും ചോദിച്ച് എങ്ങനെയും എല്ലാം മനസ്സിലാക്കണം. സാർ, ജിത്തു സാർ ഇല്ലല്ലോ. സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കാം. വേണ്ട, താൻ തന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. മമ്മി ഏതോ ആളെ നിർത്തി എന്നാ പറഞ്ഞത്. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും മേ ബി. എന്നാ ഓക്കെ സാർ, ഞാൻ എന്നാ എന്റെ ക്യാബിലോട്ട് പോവാണ്. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പിന് വിളിച്ചാൽ മതി. ബൈ സാർ. എടി, നീ എന്നത്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവിടെ സമാധാനം തരത്തില്ല. ഇപ്പൊ എന്നാ നിനക്ക് വേണ്ടത്? ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് വൈകിട്ട്. ഇപ്പൊ നിനക്ക് എന്താ ആവശ്യം? അതെ, റെഡി ബോർഡിനൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാ. എനിക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ തരണം. ഏത് സ്റ്റാഫ്? നീയാണോ അപ്പോ ജിത്തുവിന് പോലെ ഇവിടെ ജോയിൻ? ഓ എന്റെ പൊന്നു മമ്മി.
ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഉള്ളവരോടൊന്നും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള റിലേഷൻ ആരോടും പറഞ്ഞേക്കില്ല. ഇവിടെ ഉള്ള ആരെയും ഞാൻ മാരേജിന് ഞാൻ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്നെ അറിയാനും വഴിയില്ല. ദയവ് ചെയ്ത് ആരോടും പറഞ്ഞ് നമ്മളെ എന്തിനാ വെറുതെ. അയ്യേ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മളിവിടെ തികച്ചും അറിയാത്തവരാണ്. ഞാൻ ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്. താൻ ചുമ്മാ എന്നെ ഞങ്ങളെ വഴക്കുണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മളിവിടെ പോകാൻ. ശരി, നിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത്. ആരെങ്കിലും കയറി വന്ന ബാക്കി ഞാൻ അപ്പം പറയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാനിവിടെ നിൽക്കണമെന്നാണോ? എത്ര മണിക്കൂർ നിൽക്കണം? അതെനിക്കറിയില്ല. മേ ബി 2 hour ആയിരിക്കും. അയ്യോ അങ്കിൾ, സാറെന്തോ മീറ്റിംഗിലാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ഇല്ല മോളെ, എനിക്ക് അവനെ അത്യാവശ്യമായിട്ട് കാണണം. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അവനെ തീർക്കാണ്ടോളാം, കുഴപ്പമില്ല. സോറി അങ്കിൾ, സാർ പറഞ്ഞിരിക്കുന്നത് ആരെ കടത്തി വിടണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്കിൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇപ്പം മീറ്റിംഗ് കഴിയാറായി കാണും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഇല്ല മോളെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഞാൻ ഇപ്പൊ തന്നെ കണ്ടിട്ട് പൊക്കോളാം. ഒരു 5 minutes പ്ലീസ്. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാർ എന്തോ മീറ്റിംഗിലാണ് അകത്ത്. പ്ലീസ് വെയിറ്റ് ചെയ്യൂ. എത്ര നേരമായി ഞാൻ പറയുന്നു? നീ ആരോടെ സംസാരിക്കുന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? സോറി, സാറല്ലേ പറഞ്ഞ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ആരെയും അകത്തോട്ട് കഴിച്ചു വിടലെന്ന്. അതാ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ. പപ്പ മൈൻഡ് ആക്കണ്ട. ചില അറിയാത്ത ജോലിക്കാരെ പിടിച്ച് നിർത്തി എങ്ങനെ ഇരിക്കും. ഇതും മമ്മിയുടെ ഒരു മിസ്റ്റേക്കാ. ബാ. ഭാഗ്യം ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ പപ്പയെന്നല്ലേ വിളിച്ചേ? അപ്പൊ നീ അതിനെനിക്ക് അങ്ങനെ വിളിച്ചേ? എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. മോനെ, സുഖമാണോ അവിടെ നിനക്ക്? 2 ദിവസം മുമ്പ് ഞാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലങ്ങളായി പോയിടാ. ഞാനെന്താ അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവിടുത്തെ തിരക്ക് കാരണം ഇറങ്ങാനും പറ്റാതായി പോയി. പപ്പയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുറവൊക്കെ ഉണ്ടോ? എന്താ പപ്പയ്ക്ക് പറ്റിയത്? ആണോ? എടാ, നീ അവളെ കൂട്ടി 2 ദിവസം നിൽക്കടാ വീട്ടില്. വീടാകെ ഉറങ്ങിപ്പോയതുപോലെ. അവനാണ് ഇപ്പൊ വരുത്തുമില്ല. എല്ലാവർക്കും പപ്പയെ വേണ്ടാത്ത പോലൊരു തോന്നല്. കുറച്ചു ദിവസം നിൽക്കടാ. മരുമോളെ കാണാൻ ഇത്ര തിടുക്കോ? പപ്പതേ ഇപ്പതേ വാതിക്ക് വെച്ച് കണ്ടിട്ട് പോയില്ലേ? അതാ സാധനം. മറന്നുപോയോ മോഹം? കുറച്ച് വായാടിയാണെങ്കിലും പാവമൊക്കെയാ. ഞങ്ങളൊരു ദിവസം ഇറങ്ങാം പപ്പ. ആണോടാ? നമ്മുടെ മോളായിരുന്നു അത്. അവളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കല്യാണത്തിനന്ന് കണ്ടതല്ലേ. അയ്യോ, ഞാനൊന്ന് മുന്നിട്ട് വരട്ടേടാ. പപ്പ സംസാരിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നീട് ഒരു ദിവസം വേണ്ട. എടാ, ഞാനിപ്പോ വന്നത് വേറൊരു ആവശ്യത്തിനാ. ഞാൻ നിങ്ങളുടെ 2ന്റെ പേരിൽ എഴുതി വെച്ച കുറച്ച് പ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവനത് പറയുന്നത് അവന് അത് വിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിന്റെ സൈനും കൂടി എന്തോ ഒരാവശ്യത്തിന്. അപ്പം നിങ്ങൾ 2 കൂടി ചേർന്ന് അതൊന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ അവനെ വിളിച്ച് കാര്യം അന്വേഷിച്ചിട്ട് മതി എന്താണേലും. അവനെന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞായിരുന്നു ഇന്നതുപോലെ ഉണ്ടടാന്ന്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും വൈകിട്ട് വിളിക്കാം. അവനോടൊന്ന് കൂടുതൽ അന്വേഷിച്ചിട്ട് ഞാൻ പപ്പയോട് ഞാൻ പറയാം. പിന്നെ പറ പപ്പ വിശേഷം. വിശേഷമൊന്നും പറയാൻ നേരമില്ല തീർക്കാം. ഞാൻ എന്നാ പോവാ. കുറച്ച് പണിയുണ്ട് തീർക്കാൻ. എത്ര ശത്രുവാണെങ്കിലും കാറിലൊന്ന് കയറ്റി അങ്ങനെ കൊണ്ടുവരുന്ന എന്ത് ദുഷ്ടനാ. എന്തായാലും നടന്നാലേ പോവാ. ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖമൊക്കെ? ഓർക്കാതിരിക്കാൻ എനിക്ക് മറവിരോഗമൊന്നുമില്ല. നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും നിന്നെ ചീറ്റ് ചെയ്തേക്കുവായെന്ന്. പക്ഷെ അങ്ങനല്ലടി. ഒരു പെൺകുട്ടി എന്നെ എപ്പോഴും നിരന്തരം ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എന്നിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന് എങ്ങനെയൊക്കെയോ നിന്റെ ചെവിയിലെത്തിയതാ. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നല്ല മിടുക്കൻ. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. ഇനി എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. നീ കണ്ടായിരുന്നല്ലേ? എന്തായാലും പറ്റിപ്പോയടി. നീ എന്തിനാ ഇപ്പൊ ജോലിക്കൊക്കെ വന്നേക്കുന്നത്? എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു. നീ എന്നെ വിളിച്ചില്ല. പോട്ട് ഒരു ഫോട്ടോ പോലും കാണാൻ പറ്റില്ല. നീ അപ്പോഴത്തേക്ക് എന്നെ ബ്ലോക്ക് ആക്കി കളഞ്ഞില്ലടി. എന്ത് പറ്റി? നീ എന്തിനാ ഇപ്പൊ ജോലിക്കിറങ്ങിയ? നിന്റെ ഹസ്ബൻഡ് എന്ത് വിളിക്കാൻ വന്നില്ലേ? ഈ പൊട്ടെന്ന് അറിയത്തില്ലെന്ന് തോന്നി ഞാൻ നേരെ കിട്ടിയെന്ന്. ഹസ്ബൻഡ് എപ്പോഴും പേടിച്ചു കുറയ്ക്കല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചു. അപ്പം ഞങ്ങളുടെ കസിൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ ഈ കമ്പനിക്ക് അറിയതാ. താൻ കല്യാണം കഴിക്കുന്നില്ല? എങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞാലും സീരിയസ് ആയിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു. അത് പിന്നെ വിരഹമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. കെട്ടണം.
ആണല്ലേ, സാരില്ല. അല്ല, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ രാവിലെ കെവിൻ സാറിനെ കാണാൻ വന്നപ്പോഴാണ് കെവിൻ സാർ ഏതോ ഒരു കുട്ടി എന്തൊക്കെയോ പറയുന്നു. അത് ആരാന്നറിയാൻ നോക്കിയപ്പോഴത്തേക്ക് അത് നീ. അപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. കണ്ടായിരുന്നല്ലേ? അത് വഴക്കൊന്നുമല്ല പറഞ്ഞേ, ഫസ്റ്റ് ഡേ അല്ലേ, അതിൻ്റെതായ ഇതൊക്കെ കാണും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? വിശേഷം എടി നോക്കി, നമ്മുടെ കെവിൻ സാറാ ഇത്. പുള്ളിന്റെ കല്യാണം കണ്ട് കഴിഞ്ഞ നാളെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാരും വിളിച്ചൊന്നുമില്ല. പക്ഷെ ഇതായിരുന്നല്ലേ പെണ്ണോ, കൊള്ളാം. പുള്ളിന്റെ ഭാര്യ കൊള്ളാം അല്ലേ? അല്ലേലും പുള്ളി കാണാനും സെറ്റല്ലേ. കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇതുപോലൊരു പെണ്ണിനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. പുള്ളിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. കൊള്ളാം. അല്ല, നീ എന്തിനാ കരയുന്നേ? അത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്റെ കണ്ണെപ്പോഴും ഇങ്ങനെ കണ്ണിക്കൂടെ എപ്പോഴും വെള്ളം വരും, അല്ലാതെ കരഞ്ഞൊന്നുമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാ എന്തോരം റൊമാൻസ് കാണിച്ച് നടക്കുന്നേ. എന്ത് ചെയ്യാനാ, വിധിയുടെ വിളയാട്ടം. ശരി, എന്നാ നാളെ കാണാം. ബസ് വരാൻ ഞാൻ പോവാ. ഒന്ന് മുറുകെ പിടിച്ചിരുന്നേ കൈയിരിക്കേണ്ട കൊച്ച. എന്താ ചെയ്യാനാ, നിമ്മി അങ്ങ് വിളിക്കാം. അതെ, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ നീ ഒരിടത്ത് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്കില്ലാത്തതിനെക്കാട്ടി കൂടുതൽ വർക്ക് നിനക്ക് അവിടെ എന്താ? സമയം എത്രയായി നോക്ക്. കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടായിരുന്നു. അല്ല, ഞാനിതിനിപ്പോ തന്നോടൊക്കെ പറയുന്നത് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക്. ഞാൻ എനിക്ക് തോന്നിയ സമയത്ത് കയറി വരും. അത് ചോദിക്കാൻ താനാരാ? ഓഹോ, ഞാൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ഇപ്പൊ. ഇത് എന്റെ വീടാണ്. എപ്പോ നീ കയറി വരണം, എപ്പോ ഇറങ്ങി പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഞാനാണ്, തീരുമാനിക്കുന്നതും ഞാനാണ്. അതുകൊണ്ട് കൂടുതൽ വർത്താനം എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. തന്റെ പ്രശ്നം എന്താന്ന് പോലും എനിക്കറിയത്തില്ല. തനിക്ക് എന്താണ് പ്രശ്നം? താനെനിക്ക് എന്നെ അങ്ങ് കൊന്ന് തിന്ന്. താൻ പറയുന്നൊക്കെ കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ സീരിയസ് ആയിട്ട് എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. ഞാൻ എല്ലാം കടിച്ചു പിടിച്ചതിന്റെ ക്ഷമ അനുസരിച്ച് ഞാൻ നിൽക്കുന്നത് ഇവിടെ. തനിക്ക് എന്താ അവിടെ വേണ്ടത്? താൻ എന്തെങ്കിലും പറ, ചുമ്മാ ഇങ്ങനെ. ഞാൻ ഈ പറയുന്ന ഒന്നും നിനക്ക് ഒരിക്കലും ഏക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും നിൽക്കുന്ന എന്റെ പൈസ കണ്ടിട്ട് മാത്രമാണ്. പിന്നെ ഞാൻ ഡിവോഴ്സ് ആക്കിയാലും നിനക്കൊരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. 2 ദിവസം കഴിഞ്ഞ് നീ വേറൊരുത്തനായിട്ട് സെറ്റാവും. അതൊക്കെ നിന്റെയൊക്കെ ഒരു കഴിവാണ്. അതിനെ പ്രശംസിക്കാതെ എന്തായാലും പറ്റത്തില്ല. പിന്നെ ഞാൻ ചത്താലെന്താ ജീവിച്ചാലെന്താ, നിനക്ക് തരാനുള്ളതൊക്കെ തരുന്നില്ലേ? മനസ്സിലാക്കുക, നിങ്ങളുടെ പണം കണ്ടിട്ടൊന്നുമല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത്. പപ്പയ്ക്കും മമ്മിക്കും നല്ലൊരു ബന്ധമായിട്ട് തോന്നി തന്നെ അവര് നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചിട്ട്. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിപ്പോഴാണ് തനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്ട് ഇത് വന്നത്. അല്ലാതെ തന്റെ പണം കണ്ടൊന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് ആദ്യം അത് മനസ്സിലാക്കും. പിന്നെ തന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? ഇപ്പോഴും തന്റെ ഈ ടോർച്ചർ ഓർക്കാണ്ടിരുന്നാൽ മതിയോ? നീ ആര് വേണം കല്യാണം കഴിക്കാതിരിക്കോ, അതെല്ലാം നിന്റെ ഇഷ്ടമാണ്. ഈ പെണ്ണുങ്ങളെന്നെ പറഞ്ഞാൽ ഫുൾ ആക്ടിങ്. നിന്റെ കാര്യത്തിലൊന്നും എൻ്റെ അടുത്ത് പോകത്തില്ല. എല്ലാവരും എന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പണത്തിന്റെ പേരിലാണെന്ന് എനിക്ക് അതിന് നന്നായിട്ട് അറിയാം. വെറുതെ ഡ്രാമാറ്റിക് ആയിട്ട് എൻ്റെ മമ്മി അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഓ